ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്നു, ഉഴുന്നും അതൊക്കെ നന്നായി അരച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. രാവിലെ നമ്മൾ ഇന്നലെ ആക്കി വെച്ച മാവൊക്കെ ഒന്ന് പൊന്തി വരിക പറഞ്ഞാൽ നല്ലൊരു സന്തോഷം തന്നെയാണല്ലേ. അതിൽ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രി ഉപ്പ് ഇടാറില്ല കേട്ടോ, രാവിലെയാണ് ഞാൻ ഉപ്പ് ഇടാറ്. നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി എന്താ പറയുക, നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് കേട്ടോ. നമ്മൾക്ക് ഒരു കുഞ്ഞു പാത്രത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഒരു പുളിപ്പ് വരുന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക, രാത്രി അരച്ച് വെക്കുക, രാവിലത്തേക്ക് നന്നായി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അതിയെ കൊണ്ടുവന്നതാണിത്. ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കണത്. അതിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ ആദ്യമായിട്ടാണ് എന്താ പറയുക, ഇങ്ങനെ ഒരു ചട്ടി ഞാൻ വാങ്ങണം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കൂടി അവരുണ്ടാക്കിയ ചട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ആദ്യം നമ്മളതിൽ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കണത്. അപ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചട്ടിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ദോശയൊക്കെ ചുട്ടും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ചേർത്തൊന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ എന്താ പറയുക, കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയൊരു ചട്നി കൂടിയാണ്. പിന്നെ നമ്മളെ ഒരു ദോശ ഇട്ട് കൊടുത്തപ്പോൾ അണ്ണാരക്കണ്ണൻ എടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ. ഈ നേരത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അവിടുന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ദോശയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ വേഗം എടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചട്നിയും ശരിയായിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം നേരെ മുകളിലേക്ക് കയറിക്കണം കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മൾ എന്താ പറയുക, നട്ടങ്ങയൊക്കെ അടിപൊളിയായി പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മളത് എടുക്കാവും കേട്ടോ. വീടിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ കാണുക പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. തൊടിയിലൊക്കെ പണ്ടൊക്കെ നമ്മൾ നടന്ന് ഈ കായ പറിച്ച് തിന്നിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ കാണാറില്ല കേട്ടോ. പിന്നെ അതുപോലെ റബ്ബറാണല്ലോ ഇപ്പോൾ കൂടുതലും, അതിലൊന്നും ഇത് കൂടുതലും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടും പഴുത്തിട്ടുണ്ട്, അതുകൂടെ അറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മുട്ടുകളൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവും. ഇനി അടുത്ത പ്രാവശ്യം കായ്ക്കും തോന്നുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചക്രമാലി, ഇംഗ്ലീഷ് ചീര എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റോടുകൂടി ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റിയ ചീരകളാണ് കേട്ടോ അതൊക്കെ. ചീരയൊക്കെ ചെറുതായി നരിഞ്ഞെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ എട്ടുകാലികളോ പുഴുക്കളോ അങ്ങനെ ഇലയുടെ ഓരോ ചെറിയ പുഴുക്കളൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും. രണ്ട് സൈഡിൽ നന്നായി നോക്കിയതിന് ശേഷം ഊരിയെടുക്കാവൂ. അതിന് ശേഷം നമ്മൾ നന്നായി കഴുകും വേണം കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളതിലേക്ക്
പരിപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത്. അടിപൊളി ടേസ്റ്റോട് കൂടി ഹെൽത്തിയായ കറിയാണ് കേട്ടോ. കുറച്ചധികം പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി ശരിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചീരയും പരിപ്പും ഒപ്പമാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ കുക്കറിൽ വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നേരാക്കി വെച്ചിട്ടുണ്ട്, പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിൽ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എണ്ണയിലേക്ക്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ചീരക്കറി ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം സ്രാവ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ, ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഉണക്ക സ്രാവാണ്. അപ്പോൾ ഇന്ന് പപ്പടവും ഉണക്കസ്രാവൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഊണ്. അങ്ങനെ നമ്മൾ ചീര നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് കറി ശരിയാവും കേട്ടോ. നമ്മൾ ഒരുപാട് സമയമൊന്നും ഇതിന് ആവശ്യമില്ല. ഉള്ളിയൊക്കെ വഴറ്റിയപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയിലേക്കും ചോറിലേക്കും ഒക്കെ പറ്റിയ കറിയാണ് കേട്ടോ. പിന്നെ വെറുതെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുപോലെ തന്നെ ഉണക്കമീൻ പൊരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു മണം കൂടി ആവും കേട്ടോ. അങ്ങനെ നമ്മളെ കറിയൊക്കെ ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. അതിനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മളതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. പെട്ടെന്ന് എല്ലാ ഭാഗത്തും ഉപ്പ് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാളയിലേക്കാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുക. ഇന്ന് ഹെൽത്തി ആയൊരു വിഭവമാണ് കേട്ടോ. നമ്മളെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഗുണങ്ങളും ഈ ആഹാരത്തിലുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതുപോലെ ചീരയും മുട്ടയും അതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഊണൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.